സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണുള്ളത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി. മനുഷ്യ നേത്രത്തിന്റെ ഏത് ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? മനുഷ്യ നേത്രത്തിന്റെ ഏത് ഭാഗമാണ് സാധാരണയായിട്ട് നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത്? കോർണിയയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കോർണിയ. CV രാമന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? CV രാമന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കണ്ടുപിടുത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രകാശമാണ്. പ്രകാശം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ പദാർത്ഥം? താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രമാണ്. ഓപ്ഷൻ സി, വജ്രം. ഗംഗ നദീതീരത്താണ് വാരണാസി സ്ഥിതി ചെയ്യുന്നത്. ഗംഗ. വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം രൂപപ്പെടുന്നതിന് ഡാഷ് കാരണമാകുന്നു? വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യതയില്ലാത്തതുമായ പ്രതിബിംബം രൂപപ്പെടുന്നതിന് ഡാഷ് കാരണമാകുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം. അടുത്ത ചോദ്യം, കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം? കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം പീതബിന്ദുവാണ്. പീതബിന്ദുവിലാണ് കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. പീതബിന്ദു. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ ഡാഷ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പർ. മാഹി ഏത് യൂറോപ്യൻ ശക്തിയുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു? മാഹി ഏത് യൂറോപ്യൻ ശക്തിയുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു? ഫ്രഞ്ചുകാരാണ്. ഓപ്ഷൻ സി, ഫ്രഞ്ചുകാർ. ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് ടീസ്റ്റ. അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദി ഏതാണ്? അറബിക്കടലിൽ പതിക്കുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി. സിന്ധു. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടകയും തമിഴ്നാടും തമ്മിലാണ് കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത്. കർണാടക, തമിഴ്നാട്. ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം? ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടൽ. വായുവിലൂടെ പ്രകാശത്തിന്റെ വേഗത എത്ര? വായുവിലൂടെ പ്രകാശത്തിന്റെ വേഗത എത്ര? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. മനുഷ്യ നേത്രത്തിലെ ലെൻസ് ഏതിനമാണ്? മനുഷ്യ നേത്രത്തിലെ ലെൻസ് ഏതിനം? ബൈകോൺവെക്സ് ആണ്. ബൈകോൺവെക്സ് ലെൻസ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസന്റ് ആണ്. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസന്റ്. സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ? സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോവോൾട്ടായിക്. ഫോട്ടോവോൾട്ടായിക്. സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഫോട്ടോവോൾട്ടായിക്. ഡാഷ് ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാക്കുന്ന ജലമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിലും മറ്റും ഉപയോഗിക്കുന്നത്? ഡാഷ് ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ഘനജലമാണ് ന്യൂക്ലിയർ റിയാക്ടറിലും മറ്റും പ്രവർത്തിക്കുന്നത്. ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയം. ലോക TB ദിനമായിട്ട് ആചരിക്കുന്നത്? ലോക TB ദിനമായിട്ട് ആചരിക്കുന്നത്
മാർച്ച് 24 മാർച്ച് 24 ലോക TB ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യമാണ് 2n². 2n². രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം അപവർത്തനമാണ്. ഓപ്ഷൻ ഡി അപവർത്തനം. ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം. ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞയാണ്. മഞ്ഞ. ഒരാറ്റത്തിന്റെ 4ാമത്തെ ഷെല്ലിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരാറ്റത്തിന്റെ 4ാമത്തെ ഷെല്ലിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 32. ഓപ്ഷൻ ഡി 32. പ്രകാശത്തിന്റെ പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം. പ്രകാശത്തിന്റെ പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിചലനം സംഭവിക്കുന്ന നിറം ഓപ്ഷൻ ഡി ആണ് വയലറ്റ്. ഓപ്ഷൻ ഡി വയലറ്റ്. മനുഷ്യന്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യന്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. 80. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ. ത്വക്കിന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു സംവേദമാണ് പ്രകാശം. വെള്ളത്തിൽ പകുതി താഴ്ത്തി വെച്ചിരിക്കുന്ന സ്കെയിൽ ഒടിഞ്ഞതായി തോന്നാൻ കാരണം പ്രകാശത്തിന്റെ അപവർത്തനമാണ്. അപവർത്തനം. അക്ഷാസ്ഥികൂടത്തിൽ ഉൾക്കൊള്ളുന്ന അസ്ഥികളിൽ ഒറ്റ അസ്ഥി മാത്രമുള്ള ഭാഗം ഏതാണ്? അക്ഷാസ്ഥികൂടത്തിൽ ഉൾക്കൊള്ളുന്ന അസ്ഥികളിൽ ഒറ്റ അസ്ഥി മാത്രമുള്ള ഭാഗമാണ് മാറല്. മാറല്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ആഗ്നേയ ഗ്രന്ഥി. സിനിമ സ്ക്രീനിൽ നിശ്ചല ദൃശ്യങ്ങളാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിലും ചലിക്കുന്നതായി അവ നമുക്ക് അനുഭവപ്പെടുന്നത് ഡാഷ് മൂലമാണ്. സിനിമ സ്ക്രീനിൽ നിശ്ചല ദൃശ്യങ്ങളാണ് പ്രൊജക്ട് ചെയ്യുന്നതെങ്കിലും ചലിക്കുന്നതായി അവ നമുക്ക് അനുഭവപ്പെടുന്നത് ഡാഷ് മൂലമാണ്. വീക്ഷണ സ്ഥിരത മൂലമാണ്. ഓപ്ഷൻ ഡി വീക്ഷണ സ്ഥിരത. ഭൂപടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ വെള്ള നിറം സൂചിപ്പിക്കുന്നത്. വെള്ള നിറം സൂചിപ്പിക്കുന്നത് തരിശുഭൂമിയെയാണ്. തരിശുഭൂമി. ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം ഏതാണ്? ചെന്നൈ ഉൾപ്പെട്ട തീരസമതലം കോറമാൻഡൽ ആണ്. കോറമാൻഡൽ. ശൂന്യാകാശത്തിന്റെ നിറം ഏത്? ശൂന്യാകാശത്തിന്റെ നിറം കറുപ്പ്. ലെൻസിന്റെ ഇലാസ്തികത പ്രായം കൂടുന്തോറും കുറഞ്ഞു വരുന്നു. ഈ അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ. ലെൻസിന്റെ ഇലാസ്തികത പ്രായം കൂടുന്തോറും കുറഞ്ഞു വരുന്നു. ഈ അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ്? കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ്. മഞ്ഞ. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയുവാൻ കഴിയാത്ത നിറങ്ങളാണ് ചുവപ്പ്, പച്ച എന്നിവ. ചുവപ്പ്, പച്ച എന്നിവ. കണ്ണുനീരിന്റെ അണുനാശക ഗുണത്തിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന ഡാഷ് ആണ്. കണ്ണുനീരിന്റെ അണുനാശക ഗുണത്തിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന ലൈസോസെയിം ആണ്. ലൈസോസെയിം. മിതവാദികളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്നത്. മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. ആരോഗ്യമുള്ള കണ്ണിന്റെ നിയർ പോയിന്റിലേക്കുള്ള നീളം. ആരോഗ്യമുള്ള കണ്ണിന്റെ നിയർ പോയിന്റിലേക്കുള്ള നീളം 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ. മനുഷ്യന്റെ നഖങ്ങൾ ഡാഷിന്റെ ഭാഗമാണ്. മനുഷ്യന്റെ നഖങ്ങൾ ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗമാണ്. ബാഹ്യാസ്ഥികൂടത്തിന്റെ ഭാഗമാണ്. ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണം എന്ന് നിബന്ധനയുള്ള
സർക്കാർ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകളായിരിക്കണം എന്ന നിബന്ധനയുള്ള സർക്കാർ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. താഴെ പറയുന്നവയിൽ ഹിമാലയൻ പർവ്വതനിരയുടെ സവിശേഷത എന്ത്? താഴെ പറയുന്നവയിൽ ഹിമാലയൻ പർവ്വതനിരയുടെ സവിശേഷത കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. പ്രാദേശികവാദമല്ലാത്തതേത്? പ്രാദേശികവാദമല്ലാത്തത് കരക്കാറ്റാണ്. പ്രാദേശികവാദമല്ലാത്തത് കരക്കാറ്റ്. കണ്ണിൽ നിന്നും വസ്തുക്കളിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റീനയിൽ തന്നെ പതിപ്പിക്കുവാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത. കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം അനുസരിച്ച് പ്രതിബിംബം റെറ്റീനയിൽ തന്നെ പതിപ്പിക്കുവാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത. ഫൈബർ ഓപ്റ്റിക്സിൽ പ്രകാശത്തിന്റെ എന്ത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഫൈബർ ഓപ്റ്റിക്സിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. പൂർണ്ണാന്തര പ്രതിഫലനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലനിരകളാണ് ആരവല്ലി നിരകൾ. ആരവല്ലി നിരകൾ. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊടുമുടി. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നത് ഏതാണോ മൗണ്ട് കേറ്റു ആണ് ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് അറിയപ്പെടുന്നത്. അവസാനത്തെ ചോദ്യം രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നതാണ് പാത്തോളജി. ഓപ്ഷൻ ഡി പാത്തോളജി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.